ഇപ്പോൾ നിലനിൽക്കുകയാണ്. സജാദ് മാത്രമൊന്നുമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. നമുക്കറിയാം ഛത്തീസ്ഗഡിലെ കോളിളക്കം സൃഷ്ടിച്ച കേസ് കഴിഞ്ഞ് 20 ദിവസമാവുന്നതേ ഉള്ളൂ. ആ സാഹചര്യത്തിലാണ് വീണ്ടും അതേപോലെ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നത്. അതൊരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഇന്ത്യ ഉണർന്നു, കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി, MP-മാർ വലിയ രീതിയിൽ അവിടെ പ്രതിഷേധം നടത്തേണ്ടി വന്നു, പാർലമെന്റിൽ ആ വിഷയം എത്തിച്ചു. അങ്ങനെ പലതരത്തിലാണ് അത് പ്രതികരിച്ചത്. അപ്പം ഇത്രയധികം പിന്തുണ ഇവർക്കുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ പരാതിയുമായി പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്? അത്രയധികം സമ്മർദ്ദവും ഇല്ലെങ്കിൽ ആക്രമിക്കപ്പെടുമോ എന്നുള്ള പേടിയുമായിരിക്കും. അതിന് സഭ എങ്ങനെ കൂട്ടുനിൽക്കുന്നു, ഇല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഏത് തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം വലിയ വിഷയമാണ്. എങ്കിൽ പോലും ഈ സ്ഥലത്തെ മാത്രം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട്, നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ഇവരിതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഇവർക്ക് മുൻകാലത്തുണ്ടായിരുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് അവർ പറഞ്ഞിട്ടുണ്ടോ? അവിടെ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് അവർ ജീവിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. തന്നെ എന്തായാലും നമ്മോട് പ്രതികരിച്ച ഈ ഫാദർ ലിജോ നിരപ്പേൽ വ്യക്തമാക്കിയിരിക്കുന്നത്, തങ്ങളെ ആക്രമിക്കാൻ എത്തിയ 60-ലധികം വരുന്ന സംഘപരിവാർ പ്രവർത്തകർ അവർ പറയുന്നത് ഒഡീഷയിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇവിടെ BJD അല്ല ഭരിക്കുന്നത്, BJP ആണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയതിനു ശേഷമാണ് ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് BJP ഭരിക്കുന്നത് കൊണ്ട് തന്നെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കവുമായിട്ട് മുൻപോട്ട് പോകാൻ നിങ്ങളെ അനുവദിക്കില്ല, നിങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇവരെ ആക്രമിച്ചത്. പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകളെ അടക്കം ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് ഇവരെ വീണ്ടും മറ്റ് 2 സ്ത്രീകളുടെ ഒപ്പം ഈ ഗ്രാമത്തിലേക്ക് തന്നെ മാറ്റിയത് കൊണ്ടാണ് അവരെ ആക്രമിക്കാതെ അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്നും അവർ ഒഴിവായതെന്നാണ് ഈ ഫാദർ നമ്മോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ തന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് അവർ ആലോചിക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ ഇതുവരെയും പരാതിപ്പെട്ടിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരിപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലം തന്നെ വളരെ മോശകരമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘപരിവാർ പ്രവർത്തകർ വീണ്ടും വലിയൊരു അക്രമമായിട്ട് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെയും സംഘടിച്ചെത്താൻ വേണ്ടിയുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു പരാതി നൽകാഞ്ഞത്. എന്തായാലും ഇന്നിപ്പോൾ അവർ ആലോചിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കളക്ടറെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സഭയും അതിനോടൊപ്പം ഉള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഡയോസിസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഈ ആക്രമിക്കപ്പെട്ട വൈദികർക്കൊപ്പം നിൽക്കാൻ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു സമീപനവുമായിട്ട് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ തന്നെയും നിർബന്ധിത മതപരിവർത്തനം എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ വൈദികരെ ആക്രമിച്ചത്. ആ ആക്രമണമാണ് ഇപ്പോൾ വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്നു വരുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ഇല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നത് ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ തുടരുന്നു എന്നുള്ളതാണ്. ഇത് BJP സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇല്ലെങ്കിൽ പരാതിപ്പെടാൻ പോലും അവർ ഭയക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിലൂടെ വ്യക്തമാവുന്നത്. അതിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭയത്താലായിരിക്കാം ഒരുപക്ഷെ അവർ കേസുമായി പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഇല്ലെങ്കിൽ ആ രീതിയിൽ നിയമപരമായി അതിനെ നേരിടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സജീവ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.